ദേ ഈ പൊങ്ങിയത് ഇവിടുത്തെ നമ്പർ 1 കള്ളസ്വാമിയാ. ഒരു കാലത്ത് കൊച്ചിയെ വിറപ്പിച്ച ഗുണ്ടാ തലവൻ തമ്മനൻ ഷാജി എന്ന പേര് കേട്ടാൽ തന്നെ ഈ നാട് നടുങ്ങിയിരുന്നൊരു കാലമുണ്ട്. എടാ ഈ കീലേരി അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. ആരാ ഈ വഴി പോവാം? ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. എന്നാൽ കഴിഞ്ഞ 10-15 വർഷമായി തമ്മനൻ ഷാജിയെ കുറിച്ച് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കും. ഇപ്പോൾ ജീവിതം എങ്ങനെയാ? ജീവിതം ഇപ്പൊ നല്ല സൂഫിസത്തിൽ ഇതൊക്കെ ഉണ്ട്. ഞാനൊരു ഗുരുവിനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്ന ആളാണ്, ആത്മീയ ഗുരുവായിട്ട്. ലേഡീസ് ആൻഡ് ജെന്റ്സ്, ആസനങ്ങൾ പലവിധമാണ്. മയൂരാസനം, കുക്കുടാസനം, ശവാസനം, ശൃംഗകേളി ആസനം. അത് 27 കൊല്ലമായിട്ട് കോഴിക്കോടുള്ള ഒരു ആത്മീയ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ ഗുരുവിന്റെ നിർദ്ദേശത്തിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. ശിഷ്യരെല്ലാരും പോയല്ലോ. പോയി ഗുരു. ഇനി കാലെടുത്തോ. എറണാകുളത്ത് നിന്ന് അപ്പൊ മറ്റൊരു ജില്ലയിൽ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പേരാണല്ലോ, അതങ്ങോട്ട് പറയും. അയാളുടെ പേര് രാജഗുരു മഹാഋഷി വശ്യവചസ്. ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ല, ക്രിമിനൽ ആക്ടിവിറ്റിയിലൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടായതൊന്നുമല്ല. നമ്മളൊരു പ്രതിരോധ സംവിധാനത്തിലൂടെ വന്നതാണ്. താനേതോ ചാരിക്ക് കുത്തിന്നോ ജയിലിൽ പോയെന്നോ? പൊന്നാനിയ പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിനാക്കി മാറ്റി. എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോൾ ആളുകൾ വെറുതെ പേടിക്കാന്ന്. താങ്കൾ വളർത്തിയത് ഒരു UDFന്റെ സംവിധാനങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയ ആള് ഞാൻ തന്നെയാ. കൈവശം അല്ലെങ്കിൽ ആയുധങ്ങൾ കൈവശം വെച്ച് നടന്നിട്ടില്ല. നടന്നിട്ടുണ്ട്. അത് ഈ പ്രതിരോധത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്. ബോസ്, നമ്മുടെ ഈ അധോലോകത്തിന് എല്ലാവരും പേടിക്കുന്ന ഒരു പേരിടണം. പേര് ഞാനിടാം. ശ്രീ രാജരാജേശ്വരി അധോലോകം. എങ്ങനെയുണ്ട്? ഓ, ഇനി പേര് കൂടെ ഇട്ടിട്ട് വേണം ആളുകൾ അഡ്രസ് തപ്പി പിടിച്ച് ഇവിടെ വന്ന് അടിതരാം. വളയ്ക്കാതെ